ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സിദ്രാസ് ക്രിയേറ്റീവ് ക്രാഫ്റ്റ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വയനാട്. ഞാൻ എൻ്റെ പ്രൈമറി സ്കൂളിലെ പഠനം ആരംഭിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. സുൽത്താൻ ബത്തേരി എൻ്റെ വാപ്പയുടെ ജോലി ആവശ്യാർത്ഥം ഞങ്ങൾ 2 വർഷം വയനാട് താമസിച്ചിരുന്നു. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും വയനാടുള്ള കൈപ്പഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആത്മബന്ധം എനിക്ക് വയനാടുമായിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിലേക്കുള്ള ആ ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇന്ന് വളരെ നേരത്തെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി വയനാട് പോയി ഒരു 2-3 ഫാമുകൾ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. താമരശ്ശേരി വരെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അത് കാണിച്ച് നിങ്ങളെ വെറുതെ വെറുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് താമരശ്ശേരിയിൽ നിന്ന് ചുരം കയറുമ്പോഴുള്ള കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വയനാട്ടിൽ കയറുമ്പോഴുള്ള ആ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ ചുരത്തിലെ ഭയങ്കര ട്രാഫിക്കും, പിന്നെ വളരെ മനോഹരമായ കോടമൂടിയ ഭാഗങ്ങളൊക്കെ വയനാടിൻ്റെ ആ ഒരു കാലാവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മനോഹാരിതയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണ ചുരത്തിൽ നമ്മൾ കുരങ്ങന്മാരൊക്കെ കാണാറുണ്ടല്ലോ. അപ്പം അങ്ങനെ കുറച്ച് കുരങ്ങന്മാരൊക്കെ കണ്ട്, രാവിലെയാണല്ലോ, പിന്നെ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുള്ള യാത്രയാണ്. ഞങ്ങൾ ഈ യാത്രയിൽ ഫാമിലി എല്ലാവരും ഇല്ല. എൻ്റെ അനിയനും ഇക്കയും കൂടെ വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെയാണ് വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ചുരം കയറി ലക്കിടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ലക്കിടിയുടെ ചില ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം, കൽപ്പറ്റയ്ക്ക് മുമ്പ് ഒരു ഗാർഡൻ ഉണ്ട്, ബായ്സ് ഗാർഡൻ. ബായ്സ് അസോസിയേറ്റ്സിന്റെ ഒരു അടിപൊളി നഴ്സറി ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ നഴ്സറിയുടെ വിശേഷങ്ങളിലേക്കാണ് നാം ഇനി കിടക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള നഴ്സറി ആയിട്ടാണ് നമുക്ക് ബായ്സ് ഗാർഡൻ തോന്നിയത്. ഇവിടെ വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ അധികം ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റി തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പൂക്കളൊക്കെ നമ്മുടെ അവിടുത്തേനേക്കാളും നല്ല കളറുള്ള, നല്ല വലിയ മനോഹരമായ പൂക്കളാണ് ഉണ്ടായിരിക്കുക. അത് വയനാട്ടിലെ നഴ്സറികളുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ കാലാവസ്ഥയാണ് അതിൻ്റെ കാരണമെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ തണുപ്പും അതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള സൂര്യപ്രകാശവും ഒക്കെ ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ബാമ്പുവിൻ്റെതാണ് കണ്ടത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. ഇതൊരു ഡബിൾ ഷെയ്ഡോട് കൂടിയ ഗ്രൗണ്ട് ഓർക്കിഡാണ് കയറി വരുന്ന സ്ഥലത്ത് തന്നെ കാണുന്നത്. ബാമ്പുവിന്റെ ഇടയിൽ 2 ഭാഗത്തുമായിട്ട് 2 ഷെയ്ഡിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ്സ് നമ്മൾ കണ്ടു. ഇങ്ങനെ കയറി പോകുമ്പോഴാണ് ഇൻഡോർ സെക്ഷൻ കണ്ണിൽപ്പെട്ടത്. നമുക്ക് ഇൻഡോർ സെക്ഷനിലൊന്ന് കറങ്ങിയിട്ട് വരാം. അഗ്ലോണിമെന്റ് ഒക്കെ ഒരു മനോഹരമായ കളക്ഷൻ ഇവിടെയുണ്ട്. നാട്ടിൽ നമ്മൾ വെക്കുന്നതിനേക്കാളും ഭംഗി ഇവിടുത്തെ ലീഫിനൊക്കെ ഉണ്ട്. പിന്നെ സെറാമിക് അടക്കമുള്ള ഇൻഡോർ പോട്ടുകളുടെ ധാരാളം കളക്ഷൻ ബായ്സ് ഗാർഡനിലുണ്ട്. അപ്പോൾ അതൊരു ഷെഡിലായിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു ഇതാണ്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ, അതുപോലെ തന്നെ ഈ പോട്ടിന്റെ അറേഞ്ച്മെന്റും പ്ലാന്റ്സും ഒക്കെ കൂടെ കാണുമ്പോൾ വല്ലാത്തൊരു കൺകുളിർമയാണ് നമുക്ക് അനുഭവപ്പെടുക. പിന്നെ ഇൻഡോർ ആയിട്ട് ഇവിടെ കണ്ടത് കുറച്ച് കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ മണി പ്ലാന്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ട്. അഗ്ലോണിമെന്റ് വെറൈറ്റി കുറേ ഉണ്ട്. ആ കൂട്ടത്തിൽ ഈ ചെടികളും കാണുന്നുണ്ട്. പിന്നെ സാൻസവേരിയ, സീസി പ്ലാന്റ്, ഇതിൻ്റെ ഒക്കെ ഒരു നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഫിലോഡെൻഡ്രോൺ ആണ് കണ്ടത്. ഫിലോഡെൻഡ്രോൺ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്.
ഈ കലാത്തിയന്റെ വെറൈറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അഗ്ലോണിമയിലേക്ക് വന്നു. പിന്നെ ഇടയില് സാൻസവേനിയ ഉണ്ട്. ഇത് ഇൻഡോർ മാത്രാട്ടോ ഇപ്പൊ കാണിക്കുന്നത്. ഇത് പോട്ട്സ് ആണ്. പോട്ട്സ് ധാരാളം പോട്ട്സ് ഉണ്ട്. ഇത് മിനിയേച്ചർ അഗ്ലോണിമയാണ്. കലാത്തികളുണ്ട്. പിന്നെ വ്യത്യസ്ത സ്റ്റാൻഡുകളും ഇവിടെയുണ്ട്. സ്റ്റാൻഡിൽ ഭംഗിയായിട്ട് സെറാമിക് പോട്ട്സും അതുപോലെ തന്നെ ഫൈബർ പോട്ട്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മണി പ്ലാന്റിന്റെ ഒരു നല്ല അറേഞ്ച്മെന്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നന്നായി ബുഷായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു നല്ല മണി പ്ലാന്റ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ആന്തൂര്യമുണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റിന്റെ വേറൊരു അറേഞ്ച്മെന്റും ഇവിടെ കാണാം. അത് അതിന്റെ സൈഡിലായിട്ട് വെർട്ടിക്കലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ആ റോഡിന്റെ സൈഡിനോട് ചേർന്ന് പുറത്തുനിന്ന് കാണാവുന്ന രീതിയിലാണ് ഈ കലാത്തിയ മണി പ്ലാന്റ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പുറത്ത് കിടക്കുകയാണ്. പുറത്ത് കിടന്നിട്ട് ഇനി വാട്ടർ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഒന്ന് കാണാം. വാട്ടർ പ്ലാന്റ്സിന്റെ പ്ലെന്റി ഓഫ് കളക്ഷൻസ്, ധാരാളം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ വാട്ടർ ലില്ലി ഉണ്ട്, അതുപോലെ തന്നെ ആമ്പലുണ്ട്, താമരുണ്ട്. വാട്ടർ പ്ലാന്റ്സിന്റെ വളരെയധികം വെറൈറ്റീസ് ബോയ്സ് ഗാർഡനിലുണ്ട്. പിന്നെ യൂജീനിയയാണ്. യൂജീനിയന്റെ ഭാഗമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞാൽ അരേലിയ കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ യൂഫോർബിയയുടെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് അരേലിയ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് വയലറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള ആമ്പൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ യൂജിനിയന്റെ കളക്ഷൻസ് കണ്ടു. കുറച്ച് അത് കഴിഞ്ഞ് വീണ്ടും ആമ്പൽ തന്നെയാണ്. വാട്ടർ പ്ലാന്റ്സ് ധാരാളം ഉണ്ടെന്ന് വെറുതെ പറയല്ല, ഇവിടെ ധാരാളം വാട്ടർ പ്ലാന്റ്സ് യഥാർത്ഥത്തിലുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വാട്ടർ പ്ലാന്റ്സ് ആണ്. വാട്ടർ പ്ലാന്റ്സിൽ ഈ പൂവും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് റോഡ് സൈഡ്, റോഡിന്റെ ഭാഗത്തായിട്ടാണ് ഈ പ്ലാന്റ്സ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. റോഡിനോട് ചേർന്ന് യൂജീനിയ ഉണ്ട്. യൂജീനിയ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് യൂജീനിയ. ഇവിടെ ഒരു പഴയ കാളവണ്ടിന്റെ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ ചെടി നന്നായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തെച്ചിയുടെ കളക്ഷൻസ് ഉണ്ട്. തെച്ചിയൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തെച്ചിയാണ്. തെച്ചി കഴിഞ്ഞ് വരുന്നത് നേരെ ഹെലിക്കോണിയയിലേക്കാണ്. ഹെലിക്കോണിയന്റെ റെഡ് വെറൈറ്റി ആണ് ഇവിടെ കാണുന്നത്. പിന്നെ റോസാപ്പൂ, അത് കഴിഞ്ഞ് മെലസ്റ്റോം ഉണ്ട് ഇവിടെ. പിന്നെ കണ്ടില്ലേ, കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആ വാട്ടർ പ്ലാന്റ്സിന്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നഴ്സറിയിലൊന്നും ഇങ്ങനെ കാണാറില്ല. ഇതൊക്കെ പല ഷെയ്ഡിലുള്ള പോട്ട്സിൽ. ഇത് ഇപ്പോൾ കാണുന്നത് താമരയാണ്. താമര നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് വാട്ടർ പ്ലാന്റ് ആണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മെലസ്റ്റോം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിപ്പോ ഇങ്ങനെ ഈ അടിയിൽ നിന്ന് റോഡിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് പോവാണ്. മുകളില് 2 പന്തൽ കൂടി ബാക്കിയുണ്ട്. 2 പന്തൽ എന്ന് പറഞ്ഞാൽ അതിവിശാലമായ 2 പന്തലുകൾ. ഇപ്പതാ വാട്ടർ പ്ലാന്റ്സിന്റെ ഇടയിൽ കൂടി നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. ഇത് വെള്ള ആമ്പലാണ്. വെള്ള ആമ്പല് നല്ല ഭംഗിയുണ്ട്. നേരത്തെ നമ്മൾ വയലറ്റ് ആണല്ലോ കണ്ടത്. ഇത് താമരയുടെ മൊട്ടിട്ട് നിൽക്കുന്നതാണ്. താമരയുടെ മൊട്ടാണത്. കുറച്ച് വെർട്ടിക്കൽ ഒക്കെ ഉണ്ട്. വെർട്ടിക്കലിൽ റബ്ബർ പ്ലാന്റ് ആണ് ചെയ്തിട്ടുള്ളത്. വെർട്ടിക്കല് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ കയറി വരുമ്പോഴുള്ള നേരത്തെ ഇൻഡോർ കണ്ട അതിന്റെ ആ സൈഡിലായിട്ടാണ്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കാണ്. അപ്പൊ ഞങ്ങള് ബിഗോണിയാണ് അന്വേഷിച്ചു വന്നത്. ആ ബിഗോണിയന്റെ മനോഹരമായ ഒരു ചെടിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഗോണിയന്റെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് കാണാൻ പറ്റും.
ഇത് ഇവിടെ ഈ മണി പ്ലാന്റ്സും അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് ആണ്. ഇവിടെ കുറച്ച് ഓർക്കിഡ്സ് ഉണ്ട്, ധാരാളം ചെടികളുണ്ട്. ഇതാ ബിഗോണിയയുടെ ഭാഗത്തെത്തി. ബിഗോണിയയുടെ സെയിലിനുള്ള സാധനങ്ങളാണ്. ഇവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കുറെയൊക്കെ മദർ പ്ലാന്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. സെയിലിനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. പിന്നെ ആഫ്രിക്കൻ വയലറ്റ് ഉണ്ട്. ആഫ്രിക്കൻ വയലറ്റ് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വില കുറവാണ് വയനാടുള്ളത്. ഇവിടെ ജെർബറ ഉണ്ട്, കലാത്തിയ ഉണ്ട്, ബിഗോണിയ ഉണ്ട്. ഒരു ബാമ്പു ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇവിടെ മണി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ പോട്ട്സിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് മണി പ്ലാന്റ്സ് ഒക്കെ കാണുന്നത്. ഇംഗ്ലീഷ് ഐവി ഇത് ഞങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന ഒരു സാധനമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഇംഗ്ലീഷ് ഐവി. അത്യാവശ്യം ബുഷിയായിട്ട് തന്നെ ഇംഗ്ലീഷ് ഐവി വളർന്നിട്ടുണ്ട്. ഇത് നമ്മൾ ലക്കി ബാമ്പു അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് ആണ്. കുറേ ഹാങ്ങിങ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ താമര നേരത്തെ കണ്ട താമരയുടെ സൈഡിലാണ് ഉള്ളത്. ഇവിടെ കുറച്ച് മറാന്തയുണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സീനയുടെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ വരുന്നത് നേരെ അലോക്കേഷ്യയുടെ ഭാഗത്താണ്. അലോക്കേഷ്യയിലെത്തി. ഇത് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ്. ഇത് സക്കുലന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആയി ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സക്കുലന്റ്. നമ്മൾ ആ സ്ട്രിങ് ഓഫ് ബനാന സക്കുലന്റ് പ്ലാന്റ് ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിയിലുള്ളത് മറാന്തയാണ്. ഇത് ബിഗോണിയ, അഗ്ലോണിമ, കലേഡിയത്തിന്റെ ഒരു വെറൈറ്റി ഇവിടെ കണ്ടു. ഇതാണ് കലേഡിയത്തിന്റെ ഒരു പച്ചയിൽ വെള്ള ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു കലേഡിയം വെറൈറ്റിയാണ് നമ്മൾ കണ്ടത്. മണി പ്ലാന്റ് ധാരാളം ഉണ്ട്. നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും മണി പ്ലാന്റും കാര്യങ്ങളും ആണ് ഉള്ളത്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ അഗ്ലോണിമ കണ്ടു. ഫിലോഡൻഡ്രോൺ ആണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ആ ഡ്രസ്സീന കാണുന്നുണ്ട്. മിനി റബ്ബർ പ്ലാന്റ് നമ്മൾ കണ്ടു. ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരുപാടുള്ള ഭാഗമാണ്. ടാങ്കിൾഡ് ഹേർട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് തൂക്കിയിട്ടുണ്ട്. ഇത് സാൻസവേരിയ ആണിത്. സ്നേക്ക് പ്ലാന്റിന്റെ വെറൈറ്റീസ് ആണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, സ്നേക്ക് പ്ലാന്റിന്റെ വെറൈറ്റീസ് വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കാണാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം. നമ്മൾ വീണ്ടും മണി പ്ലാന്റിന്റെ ഭാഗത്താണ് എത്തിയത്. മണി പ്ലാന്റ് ധാരാളം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഓർക്കിഡാണ്. ഓർക്കിഡ് നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഓർക്കിഡിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ സക്കുലന്റിലെത്തി. സക്കുലന്റ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ വ്യത്യസ്ത രൂപത്തിലുള്ള സക്കുലന്റുകളാണ്. അത് കഴിഞ്ഞാല് കാക്ടസ് വന്നു. കാക്ടസും ഉണ്ട് അത്യാവശ്യം നല്ല വെറൈറ്റീസ്. വീണ്ടും നമ്മൾ സക്കുലന്റിലെത്തി. സക്കുലന്റിന്റെ ഒരു ടൈപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സക്കുലൻസ് ആണ്. ഇത് ഫേൺ ആണ്. ഫേണിന്റെ ഒരു ഭാഗത്താണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. ഇത് വീണ്ടും ഫിലോഡൻഡ്രോൺ. ഇത് സെയിലിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഇപ്പൊ കാണുന്നത്. അഗ്ലോണിമ, ആന്തൂറിയം, അലോക്കേഷ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റ്സ് തന്നെ. ഇത് വിവിധ അഗ്ലോണിമകളാണ്. ആന്തൂറിയം ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതൊക്കെ അഗ്ലോണിമകളാണ്. അഗ്ലോണിമന്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, എവിടെ നോക്കിയാലും മണി പ്ലാന്റ് കുറെ സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെപ്രോമിയാണ്. പെപ്രോമിന്റെ അടുത്തൊരു അഗ്ലോണിമ കണ്ടില്ലേ? ഈ പെപ്രോമിയ ഇവരുടെ മദർ പ്ലാന്റ് ആണ്. പെപ്രോമിയ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കലാത്തിയ ഫേൺ ഉണ്ട്, അഗ്ലോണിമ ഉണ്ട്. ഇത് കലാത്തിയ. ഫേൺ ആണ് ഇവിടെ ധാരാളമായിട്ട് കാണുന്നത്. മേലെ കൊക്കഡാമ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കലാത്തിയന്റെ വെറൈറ്റീസ് ആണ് ഇപ്പൊ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കലാത്തിയ അത്യാവശ്യം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കലാത്തിയ എന്നല്ല, ഇവരുടെ കയ്യിൽ ഏകദേശം നമ്മൾ നല്ല ഡിമാൻഡുള്ള ചെടികളൊക്കെ നല്ല കളക്ഷൻസ് ബായ്സ് ഗാർഡനിലുണ്ട്. ഇത് കലേഡിയത്തിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം, കുറേ വെറൈറ്റി കലേഡിയം പ്ലാന്റ്സ് ഇവിടെ കാണാനുണ്ട്. ഇതൊക്കെ കലേഡിയൻസ് ആണ്. ഇപ്പൊ നമ്മള് ഫേൺ ഇങ്ങനെ കണ്ട് വീണ്ടും കലാത്തിയന്റെ അവിടെ എത്തി. കലാത്തിയ വെറൈറ്റീസ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കലേഡിയം. ഈ കലേഡിയം ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ള കലേഡിയംസ് ആണ്. ഫേൺ പറഞ്ഞല്ലോ, ഫേൺ അത്യാവശ്യം നല്ല വെറൈറ്റീസ് ഫേണിന്റെ ഇവിടെ ഉണ്ട്. നമ്മൾ നേരെ മുകളിലത്തെ ഷെഡിലേക്ക് പോവുക. ഷെഡിലേക്ക് പോകുമ്പോൾ ഒരു വള്ളിയില് തൂങ്ങി നിൽക്കുന്ന ഒരു പൂവ് കണ്ടു. ഇപ്പൊ നമ്മള് മേലത്തെ ഷെഡിലെത്തി. ഇവിടെയാണ് ഇവര് കുറേ അധികം മദർ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. സെയിലിനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇവിടെ കേറുന്ന സ്ഥലത്ത് തന്നെ കുറെ ഡിഫറെന്റ് കളേഴ്സിലായിട്ട് നല്ല ഭംഗിയിൽ ചട്ടിയിൽ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആന്തൂര്യത്തിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആന്തൂര്യം, റെഡ് ആന്തൂര്യാണ് ഇപ്പോ നമ്മൾ കണ്ടത്. ഇതൊരു കലാത്തിയാണ്. ഇത് റോസ് ആണ്. റോസ് ഉണ്ട് ധാരാളം കളക്ഷൻസ്. റോസിലുണ്ട് വൈറ്റ്, റെഡ്. റോസ് പറയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു വയലറ്റ് റോസ് ഇവിടുന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. വയലറ്റ് റോസ് 2-3 പീസാണ് ഉണ്ടായിരുന്നത്. ആ 3 വയലറ്റ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. ഒരു ബ്ലാക്ക് ഇരുണ്ട വയലറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള റോസായിരുന്നു. റോസിന്റെയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ റോസാപ്പൂ എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ പൂക്കളിലെ രാജ്ഞിയാണ് റോസാപ്പൂ. പിന്നെ കുറച്ച് കോളിയാസിന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ കിടക്കുന്നത്. ഒരു അംബ്രല പ്ലാന്റ്, ഒരു വെരിഗേറ്റഡ് ടൈപ്പ്, ഒരു യെല്ലോ ഷെയ്ഡിലുള്ളത്. ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കണ്ടത്. മെലസ്റ്റോമ, വീണ്ടും മെലസ്റ്റോമ കണ്ടു. ഇവിടെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്. ഇത് മെലസ്റ്റോമന്റെ കളക്ഷൻസ് ആണ് കണ്ടത്. ഇത് കോളിയസ് ആണ് ഇപ്പൊ നമ്മൾ വീണ്ടും കണ്ടത്. ഇപ്പൊ നമ്മൾ ഈ മദർ പ്ലാന്റ്സ് ഉള്ള ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് ഫേണ് ഇവിടെ കണ്ടു. ഫേൺസിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബിഗോണിയാണ്. ഇതാണ് ഞങ്ങൾ അന്വേഷിച്ച് വന്ന സാധനം.
എന്താ ഭംഗി ബിഗോണിയെ കാണാൻ. ഡിഫറെന്റ് വെറൈറ്റീസ്, നല്ല ഭംഗി, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒക്കെ ഉള്ളത്. പക്ഷെ കുറേ പ്ലാന്റ്സ് മദർ പ്ലാന്റ്സ് ആണ്. കാഴ്ച ഭയങ്കരമായിട്ട് നല്ല ഭംഗിയാണ്. ബിഗോണിയ കാണാന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിഗോണിയന്റെ ഒരു 19ഓളം വെറൈറ്റീസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ അടുത്തില്ലാത്ത ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് നമ്മളിപ്പോ ബിഗോണിയന്റെ ഇടയിൽ കൂടി ആ വലിയ ഡ്രസീനിന്റെ ഇലകളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇത് നോട്ട് ഫോർ സെയിൽ എഴുതി വെച്ചത് കണ്ടില്ലേ? അഗ്ലോണിമിന്റെ കളക്ഷൻസ് ആണ്. അഗ്ലോണിമിയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മളെ റെഡ് ലിപ്സ്റ്റിക് എന്നൊക്കെ അഗ്ലോണിമ വിട്ടിട്ട് കാലം കുറേ ആയല്ലോ. ഇപ്പൊ ഡിഫറെന്റ് വെറൈറ്റീസ് ആണല്ലോ. അതില് ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് നമ്മളെ അലോക്കേഷ്യാണ്. കലേഡിയ ഉണ്ട്, അലോക്കേഷ്യ ഉണ്ട്. കലേഡിയം, അലോക്കേഷ്യ ആ ഒരു വെറൈറ്റീസിലുള്ള ചെടികളാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ കലാത്തിക്ക് കടക്കുന്നു. കലാത്തിയന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ കലാത്തിയകളാണ്. ഇത് ബ്ലാക്ക് വെൽവെറ്റ് അലോക്കേഷ്യ. ഇതൊക്കെ കലാത്തിയന്റെ കളക്ഷൻസ് ആണ്. ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ്. മദർ പ്ലാന്റിന്റെ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ബ്ലാക്ക് സീസി പ്ലാന്റ് ഉണ്ട്, വേറെ ഒരു സീസി പ്ലാന്റ് ഉണ്ട്. ഇത് കോളിയസിൽ പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇലക്ക് ഇങ്ങനെ പൊങ്ങിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. കോളിയസിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇവിടെയും തന്നെ സൈഡിലൊക്കെ കംപ്ലീറ്റ് ഹാങ്ങിങ് പ്ലാന്റ്സ്. എല്ലാ ഷെഡിന്റെയും സൈഡിലൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സും ഇതൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. ഇത് നമ്മളുടെ മുള്ളൊക്കെയുള്ള ഒരു പ്രത്യേക തരം അലോവേരയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതിൽ നിന്ന് നേരെ നമ്മൾ വരുന്നത് ഫിറ്റോണിയയിലേക്കാണ്. ഫിറ്റോണിയ കഴിഞ്ഞാൽ നമ്മളുടെ പെപ്രോമിയ, അതായത് മിനി റബ്ബർ പ്ലാന്റ്. പിന്നെ നമ്മൾ ഇങ്ങനെ പോകുന്ന ഇവിടെ കുറേ അധികം ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതൊരു ഇലച്ചെടിയാണ്. ഒരു ഡബിൾ ഷെയ്ഡുള്ള നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ്. അപ്പോൾ അങ്ങനെ ബോയ്സ് ഗാർഡന്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ബോയ്സ് ഗാർഡന്റെ വളരെയധികം ചെടികളുള്ള നല്ല കളക്ഷനുള്ള വയനാട്ടിൽ ഹൈവേന്റെ സൈഡിലത്തെ നമ്മൾ ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ കൽപ്പറ്റയ്ക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായി കൊണ്ടാണ് ഈ ബോയ്സ് ഗാർഡൻ ഉള്ളത്. ചെടികളുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ചെടികൾ അഗ്ലോണിമ, അതുപോലെ തന്നെ കലാത്തിയ, ബിഗോണിയ പോലുള്ള ചെടികളുടെ ഒരു വെറൈറ്റി റേഞ്ച് ഓഫ് വെറൈറ്റീസ് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഈ ബോയ്സ് ഗാർഡന് ഞങ്ങൾ അന്വേഷിച്ചു വന്നത് നിരാശരാക്കിയില്ല. വയനാട്ടിൽ വന്നതിൽ ഞങ്ങളെ നിരാശരാക്കിയില്ല. ഒരു സ്റ്റാൻഡേർഡ് നഴ്സറിയാണ്. നിങ്ങളൊക്കെ ഈ വഴി പോകുന്ന സമയത്ത് ഇവിടെ കയറുകയും ചെടികളൊന്ന് കണ്ട് ആസ്വദിച്ചു പോവുകയും വേണം. ഇപ്പോൾ ഈ കാണിച്ച മദർ പ്ലാന്റ് ഒക്കെ നിങ്ങൾ വരുന്ന സമയമാവുമ്പോഴേക്കും മിക്കവാറും സെയിലിനൊക്കെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും.
തൽക്കാലം വയനാട്ടിലെ വിശേഷങ്ങൾ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.